എൻ ജീവനിൽ രചന മഞ്ചാടി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം PNR ക്രിയേഷൻസ്. ആ ഒരു നിമിഷം കൊണ്ട് ഏട്ടൻ എങ്ങനെയാണ് താൻ വിശ്വസിച്ചതെന്ന് ഇപ്പോഴും അറിയില്ല. തൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്ന പോലെയാണ് തോന്നിയത്. ഏട്ടൻ്റെ കൂടെ പോന്നപ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു സുരക്ഷിതത്വം തനിക്ക് ചുറ്റുമുള്ളതുപോലെ തോന്നി. ഏട്ടൻ ആ കൈ പിടിച്ച് തന്നെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ താൻ സത്യത്തിൽ എന്ത് ചെയ്തേനെ അറിയില്ല. എവിടേക്ക് പോകുന്നോ എന്ത് ചെയ്യുന്നോ ഒന്നും. ഒരു ദിവസമെങ്കിലും അച്ഛൻ്റെ നെഞ്ചിൽ കിടന്ന് ആ വാത്സല്യവും സ്നേഹവും അനുഭവിച്ചിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ ഗൗരി ആഗ്രഹിച്ചിരുന്നുള്ളൂ. അല്ലെങ്കിൽ താൻ എന്നേ ഇവിടുന്ന് തൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയേനെ. ഇരുവശത്തേക്ക് ഒഴുകിയിറങ്ങിയ കണ്ണുനീർ അവൾ തുടച്ചുകൊണ്ട് ഓർത്തു. മുറിയിലേക്ക് ആരോ വരുന്ന കണ്ട് ഗൗരി ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോഴേക്കും അർജു നിറഞ്ഞ ചിരിയോട് അടുത്തേക്ക് വന്നിരുന്നു. കറിയായിരുന്നു അമ്മൂനി? പഴയതൊക്കെ ആലോചിച്ചിട്ടാണോ? സങ്കടം തീർന്നാണെങ്കിൽ ഏട്ടൻ്റെ അമ്മ ഒന്നും ആലോചിക്കണ്ട ഏട്ടല്ലോ. പിന്നെ ഞാൻ വന്നത് ഇവിടെ യൂസ് ചെയ്യാൻ ഡ്രസ്സോ മറ്റൊന്നും ഇരിക്കുന്നില്ലല്ലോ. ഏട്ടൻ പോയി മേടിച്ചുകൊണ്ട് വരാം, അത് കഴിയുമ്പോൾ കുളിക്കുക കേട്ടോ. സന്തോഷത്തോടെ ഗൗരിയുടെ കവിളിൽ തട്ടിക്കൊണ്ട് അച്ചു പറഞ്ഞ് തിരിഞ്ഞടക്കുമ്പോൾ ആദ്യമായി ഒരു ഏട്ടൻ്റെ സ്നേഹവും വാത്സല്യവും ശാസനയും അറിയുന്നതിൻ്റെ അത്ഭുതം അവളിൽ നിന്ന് വിട്ടുമാറിയിരുന്നില്ല. ഏതോ ഞാനത് പുറത്തു പോയിട്ട് വരാം. എങ്ങോട്ടാടാ? ഞാൻ വരണോ? നീ വന്നിട്ട് കാര്യമില്ലടാ, ഇതെൻ്റെ അമ്മുവിന് കുറച്ച് ഡ്രസ്സ് എടുക്കാനാ. ഞാൻ ചിത്രയെ വിളിച്ചിരുന്നു, അവൾ ഫ്രീയാ. അപ്പോൾ പോയിട്ട് വരാം. സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും തന്നോട് പറഞ്ഞ് പുറത്തേക്ക് പോകുന്ന അജുവിനെ കണ്ട് യദുവിൻ്റെ മനസ്സ് നിറഞ്ഞു. എൻ്റെ അജുവിൻ്റെ ഈ സന്തോഷം നഷ്ടപ്പെടുത്താനാണ് നിന്റെ ശ്രമമെങ്കിൽ ഈ യാദവ് ശങ്കർ ആരാന്ന് നീ അറിയും ഗൗരി. അജു പോകുന്നത് നോക്കി യദു തൻ്റെ മനസ്സിൽ പറഞ്ഞുറപ്പിച്ചു. അജു ഗൗരിക്ക് വേണ്ടിയുള്ളതെല്ലാം നിറഞ്ഞ സന്തോഷത്തോടെ വാങ്ങിക്കൊണ്ട് വന്നു. ഒരേട്ടനെ പോലെ അവളുടെ കയ്യിലേക്ക് അത് വെച്ച് നൽകുമ്പോൾ അവൻ്റെ സ്നേഹം കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. കുളി കഴിഞ്ഞ് അജു വാങ്ങിത്തന്നൊരു ടോപ്പിൽ ലെഗിനും അവൾ അണിഞ്ഞു. ആ റൂമിലേക്ക് കയറിയതിൽ പിന്നെ ഗൗരി പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഇല്ലായിരുന്നു. രാത്രി ഫുഡ് കഴിക്കാൻ നേരം ഗൗരിയെ അജു വന്ന് വിളിച്ചു. അമ്മു വാ, ഭക്ഷണം കഴിക്കാം. ഇപ്പോൾ വരാം ഏട്ടാ. ആദ്യമായി അവനെ വിളിക്കുന്നതിൻ്റെ ഒരു സങ്കോചം അവളിൽ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ അവളുടെ വിളി അജുവിൻ്റെ ഉള്ളു തണുപ്പിച്ചു. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ കാതുകളിൽ പതിച്ച ആ വിളിയിൽ വല്ലാത്ത വാത്സല്യം അവൻ അവളോട് തോന്നി. ഗൗരി കുറച്ച് പേടിയോടെ പുറത്തേക്ക് ഇറങ്ങി. അജുവിനെ കൂടാതെ മറ്റൊരു ശബ്ദം കൂടി അവൾ മുറിയിലിരുന്നപ്പോൾ കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഭയം ഉള്ളിൽ നിറഞ്ഞിരുന്നു. ഗൗരി പുറത്തേക്ക് കടന്ന് ഹാളിലേക്ക് നടക്കുമ്പോൾ സ്റ്റെയർ കയറി പോകുന്ന ഒരാളെ അവൾ കണ്ടിരുന്നു. മുടി മുഴുവൻ അഴിച്ചിട്ട് ഒരു ബനിയനുമാണ് വേഷം. ഒരു നിമിഷം ഗൗരി അവൻ കയറിപ്പോകുന്ന നോക്കി നിന്നു, പിന്നെ തിരിഞ്ഞു കടന്നു. അതേസമയം തന്നെ സ്റ്റെയർ കയറി മുകളിലെത്തിയതു തിരിഞ്ഞു നോക്കി. അരയോളമുള്ള മുടി കുളിപ്പിന്നലിട്ട് അഴിച്ചിട്ടിരിക്കുന്നു. നടക്കുന്നതിനനുസരിച്ച് അവ ആടുന്നുണ്ട്. മുടിത്തുമ്പിൽ നിന്ന് നേരത്തെ രീതിയിൽ വെള്ളത്തുള്ളികൾ ഇറ്റിട്ടിരിക്കുന്ന ടോപ്പിന് നനയിച്ചുകൊണ്ട് താഴേക്ക് പതിക്കുന്നു. ഒരു നിമിഷം യദു കണ്ണെടുക്കാതെ അവളെ നോക്കി, പിന്നെ തലയിൽ സ്വയം ഒന്ന് കൊട്ടി മുറിയിലേക്ക് കയറി. അതീവ സന്തോഷത്തോടെ സ്നേഹത്തോടെ തൻ്റെ അടുത്തിരുന്ന് ഭക്ഷണം വിളമ്പിത്തരുന്ന അജുവിനെ ഗൗരി കണ്ണു നിറയെ നോക്കി. ആ സമയം ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ തൻ്റെ കണ്ണനോട് നന്ദി പറയുകയായിരുന്നു. തൻ്റെ ജീവിതത്തിൽ ഇത്രയെല്ലാം സംഭവിച്ചതിന്, തനിക്ക് വേദനകൾ തന്നതെല്ലാം ഈ ഏട്ടൻ്റെ അടുത്ത് തന്നെ എത്തിക്കാനായിരുന്നോ കണ്ണ? കാർത്തിയേട്ടൻ്റെ അടുത്ത് നീ ഗൗരി ആഗ്രഹിച്ചല്ലേ ഇതെല്ലാം? മാമിയുടെ മാമൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ ഈ ഗൗരി കുറെ കൊതിച്ചിരുന്നില്ലേ? എൻ്റെ സങ്കടങ്ങളും പരിഭവങ്ങളും കണ്ട് എന്നെ സ്നേഹിക്കാൻ കൊണ്ടുവന്നല്ലേ ഈ ഏട്ടന്? അതെ, അങ്ങനെ വിശ്വസിക്കാനാണ് ഇപ്പോൾ ഗൗരിക്ക് ഇഷ്ടം. തൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് സ്വയം മറന്നിരിക്കുന്ന ഗൗരിയുടെ കവിളിൽ അജു പയ്യെ തട്ടി. അതിലൊന്ന് ഞെട്ടിക്കൊണ്ട് അവനിൽ നിന്ന് കണ്ണെടുത്തു. എവിടെയാമോ? എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കാതെ കഴിക്ക്, നിനക്ക് നല്ല ക്ഷീണമുണ്ട്. ചിത്ര എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു നിന്റെ ഫുഡിന്റെ കാര്യം നോക്കണമെന്ന്. കഴിക്ക്. വിളമ്പിയത് ഗൗരിക്ക് മുമ്പിലേക്ക് നീക്കി വെച്ചുകൊണ്ട് അജു പറഞ്ഞു. അപ്പോൾ വിശപ്പില്ലെങ്കിൽ കൂടി അജുവിന് വേണ്ടി അവൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അത് നോക്കിക്കൊണ്ട് അജു. അന്നത്തെ രാത്രി ഗൗരി നിറഞ്ഞ സുരക്ഷിതത്വത്തിൽ സ്നേഹത്തോടെ സമാധാനത്തോടെ ഉറങ്ങി. പിറ്റേന്ന് എവിടുന്നോ നേരിയ രീതിയിൽ കാതിലേക്ക് എത്തിച്ചേർന്ന പാട്ടിന്റെ ശബ്ദം കേട്ടാണ് ഗൗരി കണ്ണു തുറന്നത്. ഇന്നത്തെ പുലരിയിൽ അവൾക്ക് തൻ്റെ കണ്ണനോട് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു തൻ്റെ ഏട്ടനും അച്ഛനും വേണ്ടി മാത്രമായിരുന്നു. മറ്റെല്ലാ ബന്ധങ്ങളെയും അവൾ മനഃപൂർവ്വം തന്നെ തൻ്റെ ഓർമ്മകളിൽ നിന്ന് അകറ്റി. എഴുന്നേറ്റ് കുളിച്ച് അവൾ ഹാളിലേക്ക് കടന്നു. മുകളിലെ ഏതോ ഒരു മുറിയിൽ നിന്നാണ് ഈ പാട്ട് വരുന്നതെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. ഹാളിൽ ചുറ്റുമൊന്ന് നോക്കി. അജുവിനെ അവിടെയെങ്ങും കണ്ടിരുന്നില്ല. കിച്ചണിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. ഗൗരി അവിടേക്ക് ചെന്നു. ഒരു 40 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ രാവിലത്തെ ചായക്കുള്ള ഒരുക്കങ്ങൾ തകൃതിയിൽ ചെയ്യുന്നുണ്ട്. ഗൗരി ആരാണെന്നറിയാതെ എന്ത് വിളിക്കുമെന്നറിയാതെ അവിടെ തന്നെ ശങ്കയോടെ നിന്നു. എന്തോ എടുക്കാനായി തിരിഞ്ഞ് അവർ പുറകിൽ നിൽക്കുന്ന ഗൗരിയെ കണ്ട് ഒന്ന് ഞെട്ടി നെഞ്ചത്ത് കൈവച്ചു പോയി. അവർ പേടിച്ചു എന്ന് കണ്ടപ്പോൾ ഗൗരിയുടെ മുഖത്ത് ചെറിയൊരു പേടി നിറഞ്ഞു. പേടിപ്പിച്ച് കളഞ്ഞല്ലേ മോളെ,
മോൾ ഇവിടെ വന്നു നിന്നിട്ട് എന്തേ വിളിക്കാഞ്ഞ്? ചായ എടുത്തു വയ്ക്കുന്നതിനിടയിൽ അവർ ചോദിച്ചു. അത് ഞാനെന്താ വിളിക്കണ്ടേ? കൊച്ചുകുട്ടിയെപ്പോലെ പരിഭ്രമത്തോടെയുള്ള അവളുടെ ചോദ്യം കേട്ടപ്പോൾ അവർ ചിരിച്ചിട്ട് പറഞ്ഞു. ഇവിടെ അജുമോന് യദുമോനെ ലക്ഷ്മി ആൻറ്റീന്നാ വിളിക്കുന്നത്. മോളിനി അങ്ങനെ വിളിച്ചോളൂ. എന്നോട് രാവിലെ തന്നെ അജുമോൻ പറഞ്ഞിരുന്നു അവൻ്റെ അമ്മുവിൻ്റെ കാര്യം. ഞാൻ മോളെ നോക്കിയിരിക്കുകയായിരുന്നു. ഗൗരി അതിന് മറുപടിയായി ഒന്ന് ചിരിച്ചു. അതുകൊണ്ട് അവർ ചോദിച്ചു, മോളെന്താ മിണ്ടാ നിൽക്കുന്നേ? അയ്യോ, ഞാൻ ചായ തന്നില്ലാലോ. ഇപ്പൊ തരാട്ടെ മോളെ. സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ ആൻറ്റി ചായയുടെ കാര്യം മറക്കും. ചിരിയോട് അവർ പറഞ്ഞു. അത് കുഴപ്പമില്ല ആൻറ്റി. ഏട്ടൻ ചായ കുടിച്ചോ? ഇല്ല മോളെ, രണ്ടുപേരും കുടിച്ചിട്ടില്ല. എന്നാൽ ഏട്ടന് ഞാൻ കൊടുക്കട്ടെ ചായ? പെട്ടെന്ന് തന്നെ ഗൗരി സന്തോഷത്തോടെ ചോദിച്ചു. അതിനെന്താ, മോള് കൊടുത്തോ? ലക്ഷ്മി പറഞ്ഞുകൊണ്ട് ചായയുടെ ട്രേ അവളുടെ മുന്നിലേക്ക് നീട്ടി. ഗൗരി സന്തോഷത്തോടെ അത് വാങ്ങിക്കൊണ്ട് മുകളിലേക്ക് കയറി. ഗൗരിയുടെ ഉള്ളം ഒരു കൊച്ചുകുട്ടിയെ പോലെ തുള്ളി ചാടുകയായിരുന്നു. തൻ്റെ ഏട്ടന് താൻ ചായ കൊടുക്കാൻ പോകുന്നു. ഇങ്ങനെയുള്ള സന്തോഷങ്ങളൊന്നും തന്നെ ഈ ജന്മത്തിൽ തനിക്ക് ഉണ്ടാവില്ലെന്ന് കരുതിയതാണ്. എന്നാൽ ഇനി മുതൽ തൻ്റെ ഏട്ടനിലൂടെ നിറയെ സ്നേഹവും സന്തോഷവും കിട്ടാൻ പോകുന്നു. അവൾ കൊതിയോടെ ഓർത്തു. മുകളിൽ പാട്ട് കേൾക്കുന്ന മുറിയിലേക്കാണ് അവൾ ചെന്നത്. ഡോർ അടച്ചിട്ടിരിക്കുന്ന കണ്ടൊന്ന് നിന്നു. ഈ മുറി ഏട്ടൻ്റെ ആയിരിക്കില്ലേ? ഗൗരിക്ക് സംശയം തോന്നി. എങ്കിലും അവൾ ഉള്ളിലെ പേടി പുറത്തു കാട്ടാതെ മേലെ ഡോറിൽ തട്ടിക്കൊണ്ട് അജുവിനെ വിളിച്ചു. ഏട്ടാ, ഏട്ടാ. ആ ദേ വരുന്നമ്മു. അകത്തുനിന്നുള്ള അജുവിന്റെ ശബ്ദം കേട്ട് അവളുടെ മുഖത്ത് പുഞ്ചിരി നിറഞ്ഞു. അജു ബാൽക്കണിയിൽ നിന്ന് റൂമിലേക്ക് കയറി പാട്ട് ഓഫ് ചെയ്ത് വാതിൽ തുറന്നു. ചായയുമായി നിൽക്കുന്ന ഗൗരി അവൻ വാത്സല്യത്തോടെ നോക്കി. ആഹാ, എന്താ മൂസ ഏട്ടനുള്ള ചായയും കൊണ്ട് വന്നാണോ? അവന്റെ ശബ്ദം കേട്ട് അവൾ തല ഉയർത്തി നോക്കി. പിന്നെ ചിരിയോടെ മറുപടിയായി തലയാട്ടി. ഇതാറിട്ട് ഏട്ടൻ്റെ മോളാണോ? അല്ല, ആൻറ്റി ചായ ഇട്ടിരുന്ന ഏട്ടാ. പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞപ്പോൾ അജു പറഞ്ഞു. ആഹാ, നമ്മുടെ ലക്ഷ്മി ആൻറ്റിയിട്ട് പരിചയപ്പെട്ടോ? എങ്ങനെയുണ്ട് ആൻറ്റി, ഇഷ്ടമായ ആളെ? ആ, അപ്പം എല്ലാവരോടും സംസാരിക്കാനുള്ള പേടിയൊക്കെ പോയോ എൻ്റെ അമ്മുവിൻ്റെ? അജു ചിരിയോടെ പറയുന്ന കേട്ടപ്പോഴാണ് ഗൗരിക്ക് തന്നെ മനസ്സിലായത്. ഒരാളുടെ മുഖത്ത് പോലും നോക്കാൻ ഭയപ്പെട്ടിരുന്നു താൻ ഇപ്പം തൻ്റെ ഏട്ടനോട് ചിരിയോടെ ആ മുഖത്ത് നോക്കി സംസാരിക്കുന്നു. ഏട്ടന് വേണ്ടി ഓരോന്ന് ചെയ്യാൻ ഉത്സാഹം കൂട്ടുന്നു. താഴെ ആൻറ്റിയോട് പോലും സംസാരിച്ചു തുടങ്ങിയ നേരത്ത് തനിക്കുണ്ടായ പേടിയും വിറയിലൊന്നും പിന്നെ അനുഭവപ്പെട്ടിരുന്നില്ലാലോ. അവൾക്ക് അതിശയം തോന്നി. സ്നേഹത്തോടെ നമ്മളെ ചേർത്ത് നിർത്തുന്നവരോട് ഒന്ന് മിണ്ടാനോ അവരെ ഒന്ന് നോക്കാനോ പോലും ആ നിമിഷം നമ്മളിൽ പേടിയുണ്ടാവില്ല. കാരണം അവരുടെ ഉള്ളിൽ നമ്മളോടുള്ള സ്നേഹവും വാത്സല്യവും നിറഞ്ഞു നിൽപ്പുണ്ടെന്ന് ഉറപ്പുള്ളത്. ആൻറ്റി പാവാം മുസേ, ആൻറ്റിയെ ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നു. പിന്നെ എൻ്റെ യദുവിനെ പരിചയപ്പെട്ടില്ലല്ലോ. അവൻ്റെ അപ്പുറത്തെ റൂമിലുണ്ട്. ഈ ചായ അവനല്ലേ? ചെന്ന് കൊടുത്തിട്ട് വാ. അതേട്ടാ, ഞാൻ കൊടുക്കണം. എൻ്റെ അമ്മൂസ അവനൊരു പാവാ. ഏട്ടൻ്റെ മോള് പേടിക്കണ്ട, ധൈര്യമായിട്ട് ചെന്നോ. എന്നിട്ടും ചെറിയ പേടിയിൽ നിൽക്കുന്ന അവളെ അവൻ കൈയോടെ മുറിയുടെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടിരുന്നു. ആ ചെല്ലമ്മോ. അവൻ അവൾക്ക് യദുവിൻ്റെ റൂം കാട്ടിക്കൊടുത്തു. പിന്നെ ഒരു ചിരിയോടെ തിരിഞ്ഞു നടന്നു. താഴേക്ക് തിരിച്ചു പോകണോ അതോ ചായ കൊണ്ടുപോയി കൊടുക്കണോ എന്നറിയാതെ ഗൗരി അവിടെ നിന്ന് കുഴഞ്ഞു. ഇന്നലെ ഉച്ചത്തിൽ കേട്ട ശബ്ദം ഇപ്പോഴും ചെവിയിൽ മുഴങ്ങുന്ന പോലെ. എങ്ങനെയുള്ള ആളായിരിക്കും കണ്ണ ഏട്ടൻ പറഞ്ഞ ആള്? ഞാൻ കൊണ്ടുപോയി കൊടുത്ത ദേഷ്യപ്പെടും? ഒന്നും അറിയില്ലല്ലോ. എന്നാലും എൻ്റെ ഏട്ടൻ പറഞ്ഞല്ലേ, കൊണ്ടുപോയി കൊടുത്തേക്കാം. രണ്ടു കൽപ്പിച്ച് ഗൗരി ഡോറിൽ മുട്ടി. ഉള്ളിൽ ചെറിയ രീതിയിൽ പേടിയില്ലാതില്ല. എന്നാലും തൊട്ടടുത്ത് എൻ്റെ ഏട്ടനുണ്ടെന്നൊരു ധൈര്യത്തിൽ അവൾ ഒന്നുകൂടെ ഡോറിൽ തട്ടി. എന്താ കണ്ണ ഞാൻ വിളിക്കുക? ഏതു എന്നല്ലേ ഏട്ടൻ പറഞ്ഞു? ഏതു ഏട്ടാന്ന് വിളിച്ചാലോ? വേണോ? ഇനി എന്നോട് ദേഷ്യപ്പെടും? ആകെ കുഴപ്പമായല്ലോ ഈശ്വര. ഗൗരി ഇപ്പോൾ കരയുന്നായി. അവൾ തിരിഞ്ഞ് അജുവിൻ്റെ മുറിയിലേക്ക് നോക്കി. അത്രയും നേരം ഡോറിൻ്റെ സൈഡിലൂടെ ഗൗരി യദുവിൻ്റെ ഡോറിൻ്റെ മുമ്പിൽ നിന്ന് ഓരോന്ന് പറയുന്നു ചിരിയോടെ നോക്കിക്കൊണ്ട് നിന്ന് അജു. അവൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. പെട്ടെന്ന് വായിൽ കൈവച്ച് ചിരിയടക്കി അവിടുന്ന് മാറി. കുറുമ്പി സ്നേഹത്തോടെ അവൻ മനസ്സിൽ പറഞ്ഞു. കയറി പോരു ലക്ഷ്മി ആൻറ്റി. ഉള്ളിൽ നിന്ന് കേട്ട ശബ്ദത്തിൽ ഗൗരിയുടെ ഉള്ളിൽ നടുങ്ങി. അവൾ വേഗം തന്നെ ഹാൻഡിൽ പിടിച്ച് തുറന്നുകൊണ്ട് അകത്തേക്ക് കടന്നു. യദു മിററിൻ്റെ മുമ്പിൽ നിന്ന് മുടി കോതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു. എന്തിനാ ആൻറ്റി കോഫി ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഞാൻ അത്രയും പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് തലയും കുനിച്ച് ട്രെയും പിടിച്ച് പേടിയിൽ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന പെൺകുട്ടിയാണ്. പെട്ടെന്ന് അവളെ കണ്ടപ്പോൾ മനസ്സിലായില്ലെങ്കിലും അജു പറഞ്ഞ അവൻ്റെ അമ്മ അവളാണെന്ന് അവന് മനസ്സിലായി. കുളി കഴിഞ്ഞ് മുടി വിടർത്തിയിട്ടിരിക്കുന്നതുകൊണ്ട് മുമ്പിലേക്ക് അത് വീണ് കിടക്കുന്നുണ്ട്. കയ്യിലിരിക്കുന്ന ട്രേ ചെറുതായി വിറക്കുന്ന പോലെ അവന് തോന്നി. ഇവളെന്തിനെങ്ങനെ കിടന്നു വിറക്കുന്നു? ഇവൾക്ക് വല്ല പനിയുണ്ടോ? സ്വയം പറഞ്ഞ അവൻ മിററിൻ്റെ അവിടുന്ന് അവളുടെ മുമ്പിലേക്ക് നീങ്ങി. പിന്നെ കൈകൾ പിണച്ചു വെച്ച് അവളുടെ മുമ്പിൽ നിന്നിട്ട് വിളിച്ചു. ഡേ! ഗൗരവത്തോടെയുള്ള അവൻ്റെ വിളി അവളുടെ കാതിൽ പതിഞ്ഞപ്പോൾ അവൾക്ക് ഓർമ്മ വന്ന കാർത്തിയായിരുന്നു. ആ ഓർമ്മയിൽ അവളുടെ ശരീരം ഒരു നിമിഷം വിറച്ചു. അപ്പോഴും അവൾ മുഖമുയർത്തി നോക്കിയിരുന്നില്ല. നിനക്കെന്താടി ചെവി കേട്ടൂടെ?
ഇങ്ങനെ കുന്തം വിഴിഞ്ഞോണം താഴെ നോക്കി നിൽക്കാൻ ഞാൻ അവിടെയാണ് നിൽക്കുന്നത്. മുഖത്തേക്ക് നോക്കടി. അവന്റെ ശബ്ദത്തിൽ ഗൗരി ഞെട്ടിവരച്ച് മുഖമുയർത്തി നോക്കി. ആ സമയമാണ് രണ്ടുപേരും പരസ്പരം തമ്മിൽ കാണുന്നത് തന്നെ. ആരാടി നീ? നിനക്കെന്താടി ഇവിടെ കാര്യം? അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി അവൻ ചോദിച്ചു. പറയടി. ഒന്നും പറയാതെ വിറച്ചു നിൽക്കുന്ന അവളെ ചെറുതായി പേടിപ്പിക്കാമെന്ന് മനസ്സിൽ കരുതി അവൻ ശബ്ദമൊന്ന് ഉയർത്തി. അത് ഞാൻ ഏട്ടൻ്റെ അമ്മ. വിക്കി വിക്കി അവൾ പറഞ്ഞു. ഏട്ടനാ? ഏതേട്ടൻ? ഏത് അമ്മു? അവൻ പിന്നെയും ചോദിച്ചു. അത് ഏട്ടൻ, എൻ്റെ അച്ചുവേട്ടൻ. ഇടന്ന് വിൽക്കണ്ട, മനസ്സിലായി. എന്തെങ്കിലും വടക്ക് പരിപാടിയിട്ടാണ് മോളുടെ വരവെങ്കിൽ ഈ യാദവ് ശങ്കറിന്റെ കൈയുടെ ചൂട് നീ അറിയും. എടോടി. കേട്ടു. ആ എന്നാ പൊക്കോ. പൊക്കോ എന്ന് മാത്രമേ ഗൗരി കേട്ടുള്ളൂ. അപ്പോൾ തന്നെ അവൾ ധൃതിയിൽ അവിടെ നിൽക്കാതെ വാതിൽ തുറന്ന് പുറത്തേക്ക് കടന്നു. പുറകിൽ നിന്നുള്ള അവന്റെ വിളി കേട്ട് കയ്യിലിരുന്ന ചായ തുളുമ്പി. ഡീ. അവൾ നടുങ്ങിക്കൊണ്ട് തിരിഞ്ഞു. ഈ ചായ ആർക്ക് വേണ്ടി കൊണ്ടുവന്നടിപ്പൂല്ലേ? അത് ഞാൻ ചായ പിന്നെ. അവൾക്ക് പേടിയില്ലെന്നാണ് പറയേണ്ടത് വിളിക്കേണ്ടെന്നറിയാതെ അവിടെ നിന്ന് വിക്കി. ഏതു വാതിൽ പടിയിൽ ചാരിന്ന് അവളുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ നിന്നു. അവന്റെ നോട്ടൊരു നിമിഷം കണ്ണിലുടക്കിയതും അടിവയറ്റിൽ നിന്നൊരാള് നെഞ്ചിലേക്ക് കയറിയത് അവൾ അറിഞ്ഞു. ഗൗരി വേഗം പിടഞ്ഞുകൊണ്ട് കണ്ണുകൾ അവന്റെ മുഖത്തുനിന്ന് മാറ്റി താഴേക്ക് നോക്കി ചായ വേഗം എടുത്ത് അവന്റെ മുമ്പിലേക്കായി നീട്ടി. ഏതു അവൾ അടിമുടിയെ നോക്കിക്കൊണ്ട് ചായ മേടിച്ചു. അവൻ മേടിച്ചപ്പോൾ തന്നെ പെണ്ണ് വാണം വിട്ട പോലെ താഴേക്ക് ഓടി. അവളുടെ ഓട്ടം കണ്ട് അവന്റെ ചുണ്ടിലൊരു കുഞ്ഞ് ചിരി വിരിഞ്ഞു. എങ്കിലും അത് പുറത്തു കേട്ടാതെ അവൻ ഗൗരവത്തിൽ അവൾ പോയ വഴിയെ നോക്കി റൂമിലേക്ക് കയറി. താഴേക്കിറങ്ങിയ ഗൗരി വേഗം തന്നെ മുറിയിലേക്ക് കയറി നെഞ്ചിൽ കൈവച്ച് കുറച്ചു നേരം നിന്നു. ഇപ്പോഴും നെഞ്ചിൽ ആ ആളിൽ നിറഞ്ഞു നിൽക്കുന്ന പോലെ. എന്റെ കണ്ണ, ഇതാണ് ഏട്ടൻ പറഞ്ഞ പാവം. രാക്ഷസനെ പോലെയുണ്ട്. തനി രാക്ഷസൻ. എന്തൊരു ദേഷ്യ രാക്ഷസന്. പേടിച്ചു പോയല്ലോ കണ്ണ ഞാൻ. സ്വയം പിറുപിറുത്തുകൊണ്ട് അവൾ നെഞ്ചിലെ മിടിപ്പ് മാറ്റാനായി നോക്കി. അപ്പോഴാണ് അവൾക്ക് താൻ എന്തൊക്കെയാണ് ഇപ്പൊ പറഞ്ഞെന്ന ബോധം വന്ന്. എന്റെ കണ്ണ, ഞാനിപ്പോ എന്തൊക്കെയാ പറഞ്ഞേ? യദുവേട്ടനെ രാക്ഷസെന്നോ? ഈശ്വര. അവൾ ഞെട്ടി കൈകൊണ്ട് വായ വേഗം മൂടി. അവൾക്ക് തന്നെ അത്ഭുതം തോന്നി. താൻ തന്നെയാണ് ഇത് പറഞ്ഞതെന്ന്. ഇത്ര നാൾ തനിക്ക് അന്യമായ പല ഭാവങ്ങൾ ഈ 2 ദിവസത്തിനുള്ളിൽ തന്നിൽ ഉണ്ടാവുന്നത് അവൾ അറിഞ്ഞു. അവളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച വാക്കുകൾ അവൾക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ കുറച്ച് നിമിഷം അങ്ങനെ തന്നെ നിന്നുപോയി. മനസ്സൊന്ന് സ്വസ്ഥമായപ്പോൾ അവൾ പുറത്തേക്ക് കടക്കാനായി തിരിഞ്ഞു. അപ്പോഴാണ് വാതിൽപ്പടിയിൽ കൈകെട്ടി ചാരി നിൽക്കുന്ന യദുവിനെ കാണുന്നത്. എന്റെ കണ്ണാ. പ്രതീക്ഷിക്കാതെ അവൻ അവിടെ കണ്ടതും അതിൻ്റെ കൂടെ താൻ പറഞ്ഞവൻ കേട്ട് കാണുമെന്ന പേടിയിൽ വിളിച്ചത് കുറച്ച് ഉച്ചത്തിലായിപ്പോയി. അവൾ കണ്ണുമിഴിച്ച് അവനെ നോക്കി. താൻ സ്വപ്നം കാണുന്നൊന്നല്ലല്ലോ എന്ന രീതിയിൽ. യദു ഗൗരി പോയോ നോക്കി തിരിച്ച് റൂമിലേക്ക് കയറാൻ നേരമാണ് അവൾ വേറെ എവിടെയോ താൻ കണ്ടിട്ടുണ്ടെന്ന് ഓർമ്മ വന്നത്. അതപ്പോൾ തന്നെ ഗൗരിയിൽ നിന്ന് ഉറപ്പിക്കാൻ അവൻ തൊട്ടു പിന്നാലെ താഴേക്ക് ഇറങ്ങി. കിച്ചണിൽ കാണാത്തതുകൊണ്ട് മുറിയിൽ ചെന്നപ്പോഴാണ് വായ കൈകൊണ്ട് മൂടി എന്തൊക്കെയോ സ്വയം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവളെ കാണുന്നത്. ഒരു നിമിഷം ഇതിന് വട്ടുണ്ടോ എന്ന് സംശയം തോന്നാതിരുന്നില്ല. അവളുടെ പ്രകടനങ്ങളെല്ലാം കഴിയട്ടെ എന്ന രീതിയിൽ അവൻ അവിടെ ചാരി അവളെ നോക്കിക്കൊണ്ട് നിന്നു. എന്താടി ഉണ്ടക്കണ്ണി നീ നോക്കുന്നേ? അവളുടെ കണ്ണ് തുറപ്പിച്ചുള്ള നോട്ടം കണ്ട് അവൻ ചോദിച്ചു. ഗൗരി കണ്ണുകൾ പിടച്ചിലോടെ അവന്റെ മുഖത്ത് നിന്ന് മാറ്റി. നീയല്ലടി ഉണ്ടക്കണ്ണി അന്ന് അമ്പലത്തിൽ വെച്ച് എന്റെ ഫോൺ തട്ടി താഴെയിട്ട്? അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു വന്ന് അവൻ ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ട് ഗൗരി ഞെട്ടി മുഖമുയർത്തി അവനെ നോക്കി. അതെ, ശരിയാണ്. അന്ന് തന്നോട് ദേഷ്യപ്പെട്ടത് ഈ മുഖമല്ലേ കണ്ണ? അപ്പൊ ഏട്ടൻ പറഞ്ഞ പാവ യദുവേട്ടൻ? യദു പറയുമ്പോഴാണ് ഗൗരി ഈ യദുവാണ് അന്ന് തന്നോട് ദേഷ്യപ്പെട്ടെന്ന് ഓർമ്മ വരുന്നു. അവൾ പരിഭ്രമത്തോടെ അവനെ നോക്കി. നീയലടി ഉണ്ടക്കണിയത്? അവളുടെ അടുത്തേക്ക് ഓരോ അടി വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഗൗരി യദു തൻ്റെ അടുത്തേക്ക് വരുന്ന കണ്ട് വിറച്ച് വിറച്ച് പുറകിലേക്കായി നടന്നു. അതിനിടയിലൂടെ അവൾ വിക്കി വിക്കി പറഞ്ഞു. അത് ഞാൻ പിന്നെ അറിയാതെ. നിന്നോട് വിൽക്കാൻ ഞാൻ പറഞ്ഞു. മര്യാദയ്ക്ക് എൻ്റെ മുഖത്ത് നോക്കി വിൽക്കാതെ പറ. അവൻ ഗൗരവത്തോടെ അവളുടെ അടുത്തേക്ക് വന്നിരുന്നുകൊണ്ട് പറഞ്ഞു. ഗൗരിയുടെ പുറം ഭിത്തിയിൽ ചെന്ന് ഇടിച്ചപ്പോൾ അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ തൊട്ടു മുമ്പിലായി അവൻ വന്ന് നിൽക്കുകയാണ്. രണ്ടുപേർക്കുമിടയിൽ ചെറിയ അകലം മാത്രമേ ഉള്ളൂ. യദു ഗൗരിയുടെ കണ്ണുകളിൽ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഗൗരി അവൻ്റെ കുഞ്ഞിക്കണ്ണുകളിലേക്ക് നോക്കി. അവൾക്ക് ഒരു നിമിഷം പോലും അവൻ്റെ കണ്ണിലേക്കൊന്നും നോക്കാൻ കഴിഞ്ഞില്ല. അടിവയറ്റിൽ നിന്നും നെഞ്ചിലേക്കെന്തോ പാഞ്ഞു കയറുന്ന പോലെ. അവൾ പിടച്ചിലൂടെ കണ്ണുകൾ അവനിൽ നിന്ന് മാറ്റി. അവളുടെ മേലാകെ വിയർപ്പ് നിറഞ്ഞു. എന്താ കണ്ണെനിക്ക് പറ്റിയേ? യദുവേട്ടൻ്റെ മുഖത്ത് പോലും എനിക്ക് നോക്കാൻ പറ്റുന്നില്ലല്ലോ. അവളിൽ ആകെ പരവേശം നിറഞ്ഞു. യദു അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ്.
അവളുടെ മേൽച്ചുണ്ടിലും നെറ്റിയിലുമെല്ലാം നിമിഷങ്ങൾക്കകം പൊടിയുന്ന വിയർപ്പ് തുള്ളികളെ അവൻ അതിശയത്തോടെ നോക്കി. ചെന്നൈയിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകിയിറങ്ങുന്നുണ്ട്. തൻ്റെ കണ്ണിലേക്ക് നോക്കി വെപ്രാളത്തോടെ നോട്ടം മാറ്റുന്നു. അതിശയത്തോടെ അവൻ നോക്കിക്കണ്ടു. ഇവൾക്ക് ഇതെന്തു പറ്റി? ഇത്രയും നേരം കുഴപ്പമൊന്നുണ്ടായിരുന്നില്ലല്ലോ. അവൻ അവളുടെ മുഖത്ത് നോക്കി ചിന്തിച്ചുകൊണ്ട് ഗൗരിയുടെ കവിളിൽ കൈകൊണ്ട് തട്ടി സൗമ്യമായി വിളിച്ചു, ഗൗരി. അവൻ്റെ കയ്യിലെ ചൂടറിഞ്ഞ് അവൾ അവന് മിഴികൾ ഉയർത്തി നോക്കി. പിന്നെ വേഗം അവൻ്റെ കൈ തട്ടി മാറ്റി പുറത്തേക്ക് ഓടി. ഗൗരിയുടെ വെപ്രാളത്തോടെയുള്ള പോക്ക് കണ്ട് ഏതു പകപ്പോടെ നോക്കി നിന്നു. ഇതിന് മാത്രം എന്താ ഇവിടെ സംഭവിച്ചത്? താനൊന്നും അവൾ ചെയ്തില്ലല്ലോ. ഒരു ചെറിയ ഡൗട്ട് ചോദിക്കല്ലേ ചെയ്തുള്ളൂ. അവൻ തന്നെ സ്വയം പറഞ്ഞുകൊണ്ട് മുറിക്ക് പുറത്തിറങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.